തൃത്താല ഗവൺമെന്റ് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനം. തൃത്താല ഗവൺമെന്റ് ആശുപത്രി പ്രവർത്തനം അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിലേക്ക് മാറ്റാൻ വി.ടി. ബൽറാം എം.എൽ.എ. വിളിച്ചു ചേർത്ത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. കെട്ടിട നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ അനുവദിച്ച 12 കോടി രൂപയിൽ നിന്നും 9 കോടിക്കുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ആരോഗ്യവകുപ്പിന് കെട്ടിടം കൈമാറി. ബാക്കി വരുന്ന പ്രവൃത്തികൾ പ്രവേശന കവാടം ഉൾപ്പെടെ ചുറ്റുമതിൽ നിർമ്മാണം, പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് വൈദ്യുതി കണക്ഷൻ, അപ്രോച്ച് റോഡ് നിർമ്മാണം, കെട്ടിടത്തിന് മുൻവശത്ത് കട്ടവിരിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ഉടനെ നടത്തുവാനും എം.എൽ.എ. നിർദ്ദേശം നൽകി. താൽക്കാലിക കണക്ഷൻ നൽകി നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റുവാൻ കഴിഞ്ഞ ദിവസം ചേർന്ന HMC കമ്മിറ്റി തീരുമാനം നടപ്പിലാക്കും. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ, വൈസ് പ്രസിഡന്റ് കെ. സുജാത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനീസ് മാട്ടായ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി. ദിവ്യ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്തിൽ അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രമോദ്, പഞ്ചായത്ത് അംഗം രേഖ മണികണ്ഠൻ, മെഡിക്കൽ ഓഫീസർ ബിജുമോൻ ജോസഫ്, PWD കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ SS ബാബുരാജ്, PWD ജില്ലാ ഇലക്ട്രിക് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ M. സുരേഷ് ബാബു, KCB തൃത്താല അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനീഷ്, PV മുഹമ്മദ് അലി, M. മണികണ്ഠൻ, E. രാജേഷ് എന്നിവർ സംബന്ധിച്ചു. നമ്മുടെ തൃത്താല ആശുപത്രിയുടെ കെട്ടിടം പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് പ്രയോജനക്ഷമമാവുന്ന തരത്തിൽ കാര്യങ്ങൾ ഇങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ, ഇനി ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലം ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് അടക്കമുള്ള മറ്റ് ജനപ്രതിനിധികളും അടക്കം സന്ദർശിച്ചു. മെഡിക്കൽ ഓഫീസർ കൂടെയുണ്ട്. അതോടൊപ്പം ഇതിന്റെ നിർമ്മാണ ചുമതല PWD ആണ്. PWDയുടെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ KSEBയുടെ ഉദ്യോഗസ്ഥന്മാരും മറ്റെല്ലാ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉണ്ട്. അപ്പോൾ ഇതിലെ 1ാം ഘട്ട പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭരണാനുമതി ഇനിയും കിട്ടേണ്ടതായിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ ഒരു പുതിയ ട്രാൻസ്ഫോമർ KSEB സ്ഥാപിച്ചാൽ മാത്രമാണ് അത്തരം ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ച് ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഏതാണ്ട് 12 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അനുവദിപ്പിച്ച് അതിൻ്റെ നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആകെ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആകെ ചളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ കട്ടയൊക്കെ വിരിച്ച് ആളുകൾക്ക് നല്ല രീതിയിൽ ബിൽഡിങ്ങിനകത്തേക്ക് കയറി വരാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് ഇടണം എന്നുള്ളൊരാവശ്യം മെഡിക്കൽ ഓഫീസറും മറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടുത്തണം എന്ന് അതിൻ്റെ സാധ്യതകൾ നമ്മൾ നോക്കിയാണ്. അതോടൊപ്പം ഇതിൻ്റെ ഒരു മിനിമം ഫർണിഷിങ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഫാർമസിയിൽ അതിനാവശ്യമുള്ള മരുന്നുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കബോർഡ്സ് അടക്കമുള്ള കാര്യങ്ങൾ, അത് അത്തരം കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഏതാണ്ട് ഒരു 1.5 കോടിയോളം രൂപയുടെ ചുറ്റുമതിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിലേക്കുള്ള അപ്രോച്ച് റോഡ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആ നിലയിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന് ഭരണാനുമതി നേടി എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ചാൽ മാത്രമാണ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും.